السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദന്മാരെ, വിധി നിർണയിക്കുന്ന വിധികർത്താക്കളെ, സ്നേഹസമ്പന്നരായ മുത്തഅല്ലിം സുഹൃത്തുക്കളെ, ജഗന്നിയന്താവായ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു റബീഉൽ അവ്വലിൽ കൂടി ഒരുമിച്ച് കൂടാൻ ഞങ്ങൾക്ക് തൗഫീഖ് തന്നിരിക്കുകയാണ്. ഈ വേളയിൽ ഹബ്ബുർ റസൂൽ എന്ന വിഷയത്തെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാഥൻ തൗഫീഖ് നൽകട്ടെ, ആമീൻ. ലോകത്തിനാകമാനം അനുഗ്രഹത്തിന്റെ വാതിലായ ഞങ്ങളെ തുറന്നുകൊണ്ടാണ് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദയം ചെയ്യുന്നത്. സർവ്വചരാചരങ്ങളും സ്തുതി കീർത്തനങ്ങളും ആലംബിച്ച നിമിഷം, അധർമ്മത്തിന്റെ കോട്ടക്കുത്തലങ്ങൾ തകർന്നടിഞ്ഞ സമയം, അതായിരുന്നു തിരുദൂതരുടെ ജന്മദിനം. അന്ധകാര നിഗൂഢമായ 6-ാം നൂറ്റാണ്ടിന്റെ അന്തരീക്ഷത്തിലേക്ക് ആ തിരുപ്പിറവി സംഭവിക്കുമ്പോൾ സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും സമാധാനത്തിന്റെയും ശാന്തിയുടെയും കുളിർക്കാറ്റ് അറേബ്യ മണലാരത്തെ തന്നെ ആനന്ദം കൊള്ളിച്ചു. പ്രിയമുള്ളവരെ, എന്തായിരുന്നു ജാഹിലിയ കാലഘട്ടത്തിന്റെ ചരിത്രം? ജാതി മതവർഗ പരസ്പരം സംഘടനകളുടെ അറേബ്യ. പെണ്ണും കള്ളും യുദ്ധവും ജീവിതത്തെ ഉപാധ്യമായി കണ്ടിരുന്ന ജനത. സ്വാർത്ഥ താല്പര്യം കൊണ്ട് ജീവിതം ഓമിച്ച് മസ്തിഷ്കം മരവിച്ചു പോയ അഹങ്കാരിയുടെ കോമരങ്ങൾ. ഇങ്ങനെ 6-ാം നൂറ്റാണ്ടിന് മാത്രമാണിരുന്ന ഈ ജനതയിൽ സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും ധർമ്മത്തിന്റെയും സമുദ്ധാരകരാക്കി മാനുഷിക മൂലജരുടെ സംരക്ഷണത്തിനായി സ്നേഹ വിപ്ലവത്തിന്റെ ഐതിഹാസിക ചരിത്രം കോർത്ത് സമൂഹമാക്കി മാറ്റിയെടുക്കാൻ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സാധിച്ചുവെങ്കിൽ ഇത്തരം ഒരു നായകനെ ദർശിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. പ്രിയമുള്ളവരെ, ഇന്നത്തെ സാമുകാലിക ലോകത്ത് ഒന്ന് പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ 6-ാം നൂറ്റാണ്ടിനെ പോലും മാനിപ്പിക്കുന്ന വിധത്തിൽ ധാർമ്മികം വലിച്ചെറിഞ്ഞ് വാരിപ്പുണരാൻ ആധുനിക ലോകം വെമ്പൽപ്പെടുകയാണ്. ഇത്തരം സന്ദർഭങ്ങളെയും പ്രവർത്തനങ്ങളെയും കൊണ്ട് മാത്രമാണ് ലോകത്ത് ശാന്തിയും സമാധാനവും നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഡോക്ടർ പർനാഷ പറഞ്ഞത്, പ്രശ്നം സങ്കീർണമായ ലോകത്ത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ സ്വസ്ഥമായി കഴിയുമായിരുന്നു. ലാ യുഅ്മിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. സ്വന്തം മാതാപിതാക്കളെക്കാളും സ്വന്തം മക്കളെക്കാളും സർവ്വ വസ്തുക്കളെക്കാളും എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങളിൽ നിന്ന് ഒരാളും മുഅ്മിനാവുകയില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാത പിന്തുടരാൻ നാം ശ്രമിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിടാ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.